നമസ്കാരം. മൊബൈൽ ആപ്പ് വഴി നാട്ടിലേക്ക് പണം അയച്ചു. അക്കൗണ്ടിൽ നിന്ന് പണവും പോയി. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് പണം എത്തിയതുമില്ല. യു എയിൽ ഒരു പ്രവാസിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവമാണിത്. യു എയിൽ താമസിക്കുന്ന അഭിഷേക് എന്ന പ്രവാസിക്ക് ഒരു റെമിറ്റൻസ് ആപ്പ് വഴി നാട്ടിലേക്ക് പണം അയച്ചപ്പോൾ 4600 ദിർഹമാണ് നഷ്ടമായത്. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ വരും ഇത്. പണം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയെങ്കിലും സ്വീകർത്താവിന് അത് ലഭിച്ചില്ല. നവംബർ അവസാന വാരത്തിലാണ് അഭിഷേക് പണം അയച്ചത്. ആപ്പിൽ പണം പ്രോസസ് ചെയ്തതായും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയതായും കാണിച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പണം നാട്ടിലെത്തിയില്ല. ആപ്പിന്റെ കസ്റ്റമർ സപ്പോർട്ടുമായി പലതവണ ഇമെയിൽ വഴി ബന്ധപ്പെട്ടെങ്കിലും വ്യക്തമായ മറുപടിയോ പണം തിരികെ നൽകുമെന്ന ഉറപ്പോ ലഭിച്ചില്ല. പണം ബാങ്കിൽ നിന്ന് കുറഞ്ഞതിന്റെ രസീതുകൾ, ട്രാൻസാക്ഷൻ നമ്പറുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ അഭിഷേകിന്റെ പക്കലുണ്ട്. എന്നിട്ടും പണം എവിടെ പോയി എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യു എ സെൻട്രൽ ബാങ്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ബാങ്കുകളെക്കാളും അംഗീകൃത എക്സ്ചേഞ്ച് ഹൗസുകളെക്കാളും മികച്ച വിനിമയ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന ആപ്പുകളെ ശ്രദ്ധിക്കണമെന്നതാണ് ഇതിൽ പ്രധാന നിർദ്ദേശം. ഇത് ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള തന്ത്രമാകാം. ലൈസൻസ് ഉള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട്. ആപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് അവ റെഗുലേറ്ററി അതോറിറ്റിയുടെ കീഴിലാണോ എന്ന് ഉറപ്പുവരുത്തണം. അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഓഫർ ഉടൻ അവസാനിക്കും എന്നിങ്ങനെയുള്ള ഭീഷണികൾ നൽകി വേഗത്തിൽ പണം അയക്കാൻ പ്രേരിപ്പിക്കുന്നത് തട്ടിപ്പിന്റെ ലക്ഷണമാണ്. ബാങ്കുകളോ അധികൃതരോ ഒരിക്കലും ഫോൺ വഴിയോ സന്ദേശങ്ങൾ വഴിയോ പാസ്വേഡ്, OTP, പിൻ എന്നിവ ചോദിക്കില്ല. പണം നഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. ബാങ്കിൽ നിന്നും 30 ദിവസത്തിനുള്ളിൽ പരിഹാരം ലഭിച്ചില്ലെങ്കിൽ തനതക് എന്ന വെബ്സൈറ്റിലൂടെ ഓംബുഡ്സ്മാന് പരാതി നൽകാം. വേഗതയും സൗകര്യവും നോക്കി കൃത്യമായി പരിശോധിക്കാതെ പണം അയക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിനിടയാക്കുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.